എല്ലാ കൂട്ടുകാർക്കും സൈബർ ഗാർഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എൻമാപ്പ് എന്നും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് ടൂൾ ഓപ്പണിംഗ് മാത്രമായിരുന്നു. ടൂൾ ഓപ്പണിംഗ് മാത്രമായിട്ട് ചെയ്തു. പക്ഷേ ഇന്ന് മുതൽ നമ്മളെന്താണ് കോഴ്സുകളും ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതുപോലെ തന്നെ എൻമാപ്പ് എങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ തുടങ്ങിയ നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഗൈസ്. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഏകദേശം 99% പേരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതാണ് കാണുന്നത്. മച്ചന്മാർ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ പ്ലീസ് മച്ചന്മാർ. നിങ്ങൾക്കൊരു ലൈക്കോ ഷെയറോ ചെയ്താൽ ഒന്നും നഷ്ടപ്പെടാം, ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഞങ്ങൾക്കതൊരു പ്രചോദനമായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 20 likes ആണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ആദ്യം തന്നെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ആദ്യം തന്നെ എൻമാപ്പ് കാര്യം ചൂസ് ചെയ്യാൻ എന്താണ് എൻമാപ്പ് കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കും. ഞാൻ എന്താണ് എൻമാപ്പും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ എൻമാപ്പ് വെർസ്യൂട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പെൻട്രേഷൻ ടെസ്റ്റിങ്ങിലായാലും നമ്മുടെ ജോബിലും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസാണ്. നമ്മളെ ഈ ടൂൾസും കാര്യങ്ങളൊന്നും അറിയാൻ നിങ്ങൾക്ക് ഹാക്കിങ്ങിലൊരു കരിയറും കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഗൈസ് നമുക്ക് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബേസിക് സ്കാനിങ് മാത്രമാണ്. നമുക്ക് എൻമാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള 2 തരത്തിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളാണ്. അതിലൊന്നാണ് ബേസിക് സ്കാനിങ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്കാനിങ്ങും. ഇതാണ് കാണിക്കാൻ പോകുന്നത് ബേസിക് സ്കാനിങ് മാത്രമാണ്. പാർട്ട് 2 ആയിട്ട് 2 പാർട്ടായിട്ട് നമ്മൾ ഇടാനാണ്. ഇത് പാർട്ട് 1 ആണ്. നമുക്ക് ബേസിക് സ്കാനിലോട്ട് പോകുന്നതിന് മുമ്പേ മച്ചാന്മാരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ബേസിക് സ്കാനിലേക്ക് പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ എങ്ങനെയാണ് നമുക്കൊരു ഡൊമൈൻ നെയിമും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നോക്കാം. ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ google.com ഒക്കെ അതൊക്കെ ഒരു ഡൊമൈൻ നെയിമാണ്. അതെങ്ങനെ സ്കാൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ എൻമാപ്പ്. ഗൈസ് എൻമാപ്പ് ഗൈസ് ഇവിടെ ഒരു അപ്ഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് അപ്ഗ്രേഡിങ് ഒന്ന് സെറ്റ് ആവുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ സെറ്റ്. ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ശരിക്കുള്ള IP അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അല്ല ഒരു ശരിക്കുള്ള IP അഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു IP അഡ്രസ്സാണ്, മേക്ക് ചെയ്തൊരു IP അഡ്രസ്സാണ്. ഇത് ചിലപ്പോൾ വർക്കാവാൻ സാധ്യതയില്ല. കാരണം ഇത് ശരിക്കുള്ള ഒരു IP അഡ്രസ്സ് അല്ലാത്തതുകൊണ്ട് വർക്കാവാൻ സാധ്യതയില്ല. അത് പറഞ്ഞ് ഇത് ശരിക്കും വർക്കാവത്തില്ല, ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നൊന്നും വിചാരിക്കില്ല ഗൈസ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സൊക്കെ ഫേക്കാണ്. അതുകൊണ്ടാണ്. നേരെ നമുക്ക് ആദ്യം തന്നെ ഡൊമൈൻ സ്കാൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എൻമാപ്പ് സ്പേസ് -pn സ്പേസ് മൈനസ് v, അതുപോലെ തന്നെ v സ്പേസ് സ്കാനിങ് ഡോട്ട് എൻമാപ്പ് org. എൻ്റർ കൊടുക്കാം ഗൈസ്. മാക്സിമം വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്കൊന്ന് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം. എൻമാപ്പിൻ്റെ വർക്കിങ്ങും എൻമാപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോവാണ്. സൂക്ഷിക്കണം. എൻമാപ്പ് എന്ന് പറയുമ്പോൾ എൻമാപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് മാപ്പിംഗ് എന്നാണ്. എൻമാപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഉണ്ട്, നമ്മുടെ IP അഡ്രസ്സ്, നമ്മുടെ ടാർഗറ്റായിട്ടുള്ള IP അഡ്രസ്സ്. അതിനകത്ത് എന്തൊക്കെ ആപ്സും കാര്യങ്ങളാണ് എന്തൊക്കെയാണ് റൺ ആവുന്നത്, അത് ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ IP അഡ്രസ്സ് വെച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ
IP അഡ്രസ്സിനെ കുറിച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് nmap.org, ഓക്കെ, നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത സാധനമാണ് nmap.org, nmap.org. നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റും എന്താണ് nmap. അതിനകത്ത് വിശുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ nmap -h, ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഔട്ട്പുട്ടും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ nmap.org നിങ്ങൾക്ക് നോക്കാം, അതുപോലെ തന്നെ ഹെൽപ്പ് നോക്കാം. സോ ഞാൻ ഇതിനകത്ത് ഏത് ആപ്പാണ് ഈ ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ടെർമെക്സ് ആണ്. ഓക്കെ, ടെർമെക്സ് ഡൗൺലോഡൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ഇപ്പോൾ എല്ലാം ടെർമെക്സ് അവൈലബിൾ ആണ്. സോ ടെർമെക്സ് അവൈലബിൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഒരു IP അഡ്രസ്സ് കിട്ടി. അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് nmap -pn v നമ്മുടെ IP അഡ്രസ്സ് നമുക്ക് അടിച്ചെടുക്കാം. ഇതൊരു ഞാൻ ഉണ്ടാക്കിയൊരു IP അഡ്രസ്സാണ്, ചിലപ്പോൾ ഇത് വർക്കാകാൻ സാധ്യതയില്ല. സോ 66.3 ഒക്കെ ഉണ്ടാവും, വർക്കാകത്തില്ല കാരണം ഇതൊക്കെ ഒരു യഥാർത്ഥ ഒരു യഥാർത്ഥ ഒരു IP അഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും എൻ്റെ nmapൻ്റെ വേർഷൻ നോക്കാം. സോ അതിനായിട്ട് nmap -v അടിക്കാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ 7.98 ആണ് എൻ്റെ nmapൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഗൈസ്, കമൻറ്റിൽ മനസ്സിലാകുന്നുണ്ടെന്നും, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മനസ്സിലായില്ലെന്നിടണം. ഓക്കെ, എന്തെങ്കിലും ഒന്നിടണം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു സിംഗിൾ ടാർഗറ്റ് കിട്ടി, അതെങ്ങനെ റൺ ചെയ്യാം നോക്കാം. അതിന് നമ്മൾ v കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് nmap -pn നമ്മുടെ IP അഡ്രസ്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നെറ്റ്വർക്ക് പെനെട്രേഷൻ ടെസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ IP ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ എന്തെങ്കിലും ഒരു IP മാത്രം സ്കാൻ ചെയ്യാൻ മതിയെങ്കിലാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. സോ നമ്മൾ IP അഡ്രസ്സ് എടുക്കാം, nmap -pn നമുക്ക് നമ്മുടെ 10.66.3. സോ ഗൈസ്, ഓക്കെ, വന്നില്ല. സോ ഗൈസ്, ഇതൊരു ഞാൻ പറഞ്ഞാലല്ലോ ഇതൊരു യഥാർത്ഥ IP അഡ്രസ്സ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു 2-3 IP അഡ്രസ്സ് തന്നു, 3-4 IP അഡ്രസ്സ് തന്നു. അതൊക്കെ ഒരുമിച്ച് എങ്ങനെ സ്കാൻ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാവുന്നത്. അതിനായിട്ട് നമുക്ക് nmap -pn നമ്മുടെ ഒന്നൊന്നായിട്ട് നമ്മുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. .66.3, അതുപോലെ തന്നെ നമ്മുടെ 10.10.66.4, 10.10.66.5, 10.10.66. സോ നമുക്കിപ്പോൾ 4 IP അഡ്രസ്സ് ഉണ്ട്. ഇതെങ്ങനെ ഒരുമിച്ച് സ്കാൻ ചെയ്യുന്നത് വെച്ചാൽ ഇനി നമുക്ക് എൻ്റർ അടിക്കാം. സോ ഗൈസ്, കണ്ടോ, ഇങ്ങനൊരു കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. സോ IP ഇതുപോലത്തെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്, പക്ഷേ സോ ഇങ്ങനെയാണ് നമ്മളൊരു 3-4 IP അഡ്രസ്സും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം ഇങ്ങനെ 3-4 IP അഡ്രസ്സും സ്കാൻ ചെയ്യുന്നതൊക്കെ. സോ ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് കമാൻഡ് നമുക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്നെറ്റ് കംപ്ലീറ്റ് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാക്ക് ചെയ്യാം. ഈ സബ്നെറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അറിയില്ല, അങ്ങനെ ആർക്കും അധികം അറിയത്തില്ല. സോ ഇത് നെറ്റ്വർക്ക് റിലേറ്റഡ് കാര്യമാണ്. സോ സബ്നെറ്റും ഒക്കെ
ഇത് നിങ്ങൾ പഠിക്കുക. നെറ്റ്വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ സബ്നെറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. സോ നമുക്കൊരു IP അഡ്രസ് ഉണ്ട്. ആ IP അഡ്രസ്സിൻ്റെ സബ്നെറ്റ് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യണം. സോ നമുക്ക് അതിനായിട്ട് അടുത്തൊരു ആർട്ടിഫിഷ്യൽ IP അഡ്രസ് കൊടുക്കാം. 0/24 നമ്മുടെ സബ്നെറ്റിങ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, സബ്നെറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനൊരു ഫയലില്ല നമുക്ക്. കാരണം ഇതൊരു ഫയലായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ബിക്കോസ് ഒരു IP അഡ്രസ്സും കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. സോ ഇത്രയുള്ള നമ്മുടെ ബേസിക് സ്കാനിങ് എന്ന് പറയുമ്പോൾ. ബേസിക് സ്കാനിങ് അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന സ്റ്റാൻഡേർഡ് സ്കാനിങ് അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, ഒരു മാക്സിമം നിങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്നിടുക. സോ ഇല്ലെങ്കിൽ മനസ്സിലായില്ലെന്നിടുക. മാക്സിമം നിങ്ങൾ സത്യം പറയുക. സോ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാൻ ശ്രമിക്കാം. സോ പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 20 ലൈക്കാണ്. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.